പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയവും നിങ്ങളുമായി ഒരുമിച്ച് ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ആ നല്ല അവസരത്തെ ഓർത്ത്, നല്ല ഭാഗ്യത്തെ ഓർത്ത്, ആ പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് കിട്ടാത്തൊരു ഭാഗ്യം, ആമേൻ, മറ്റുള്ളവർക്ക് ലഭിക്കാത്ത വലിയൊരു സന്തോഷം, അനുഗ്രഹം, സമാധാനം, ദൈവിക കൃപകളെ നൽകി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയാക്കി നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അവസരം ഒരുക്കി. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ, ആമേൻ, ഹല്ലേലൂയ, എൻ്റെ യോഗ്യതകളോ ഒന്നുമല്ല. അപ്പൻ എന്നെ സ്നേഹിച്ചതുകൊണ്ട്, ആമേൻ, അപ്പൻ എന്നെ ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് അവസരം നൽകി. ആമേൻ. കഴിഞ്ഞ ഓരോ മെസ്സേജുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലിനും ദൈവപ്രവൃത്തിക്കും കാരണമായി തീരുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആമേൻ. ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ, അപ്പൻ ആമേൻ ഏൽപ്പിച്ച ആലോചനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങൾ എന്ത് ആമേൻ ചെയ്തുകൊണ്ടിരുന്നാലും ആ സ്ഥാനങ്ങളിലൊക്കെയും കവിഞ്ഞൊഴുകുന്ന വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം, വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ട്, ആമേൻ, നിങ്ങളുടെ പ്രശ്നങ്ങളെ തൊട്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകൾക്കകത്ത് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും, ആമേൻ, രോഗികളുടെ മേൽ സാധാരണമായ വിടുതലിൻ്റെ സാന്നിധ്യങ്ങളും നൽകി, ആമേൻ, സ്വസ്ഥതയിലും സമാധാനത്തിലും പ്രവേശിപ്പിച്ചു ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി കർത്താവ് തീർക്കട്ടെ. സന്തോഷത്തോടും അനുഗ്രഹത്തോടും ആയിരിക്കുന്ന സ്ഥാനങ്ങളിലായിരിക്കുക. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേർ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലുണ്ട്. പ്രേക്ഷ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന, ആമേൻ, ഹല്ലേലൂയ, ഒത്തിരി സഹോദരി സഹോദരന്മാരുണ്ട്. എല്ലാവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം താരുമെന്നരുളിയോനേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം താരുമെന്ന് അരുളിയോനേ. നീക്കമരാത്ത നിൻ വാഗ്ദത്തമേൻ
പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമേൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ ആരുളുക ദാസരിൻ വാരമധികം. വചനമെന്നാത്മാവിൽ ദാഹം തീർപ്പാൻ ആരുളുക ദാസരിൻ വാരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പാപവും രോഗവും അകറ്റിടുമാ രുധിരത്തിനത്ഭുത ശക്തിയെന്ന്. പാപവും രോഗവും അകറ്റിടുമാ രുധിരത്തിനത്ഭുത ശക്തിയെന്ന് അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കേണമേ. അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കേണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് ആമേൻ സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ഇന്ന് ആമേൻ ഈ സമയവും ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ ആമേൻ എന്നോട് സംസാരിക്കണമേ. ഈ വായിച്ചു കേട്ട ദൈവവചനം മുഖാന്തരം കർത്താവ് ഇന്ന് എന്നോട് സംസാരിക്കണമേ. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തോട് ഇടപെടണമേ. വ്യക്തിപരമായി അങ്ങയുടെ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ. അങ്ങനെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. എൻ്റെ കരത്തിലൊന്നുമില്ല ആമേൻ, ഹല്ലേലൂയ. ആമേൻ പൊന്നോ വെള്ളിയോ ആമേൻ സൗഖ്യമോ ആമേൻ വിടുതലുകളോ ആമേൻ ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിലില്ല. പക്ഷേ കർത്താവിൻ്റെ പക്കൽ എല്ലാമുണ്ട്. ധനവും മാനവും പുരാതന സമ്പത്തും രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും ആമേൻ മരിച്ചവനെ ആമേൻ ഉയർപ്പിക്കുന്ന ആമേൻ അത്ഭുതങ്ങളും ആമേൻ ഒത്തിരി നിരവധി ആമേൻ ഹല്ലേലൂയ വിടുതലിൻ്റെ ശുശ്രൂഷകൾ ആമേൻ ഹല്ലേലൂയ വിടുതലുകൾ അപ്പൻ്റെ സന്നിധിയിലുണ്ട്. വിശ്വാസത്തോടെ ഇന്ന് പകൽ ആമേൻ കർത്താവ് എന്നോട് സംസാരിക്കണമേ. എൻ്റെ ജീവിതത്തിലെ
എൻ്റെ ആമേൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ, എൻ്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം തരണമേ എന്ന് ഇന്ന് ആരൊക്കെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് മേൽ ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവ് ചെയ്യും. വിശ്വാസത്തോടെ ഇന്ന് ഈ സമയവും നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുൻപിലാണോ ആയിരിക്കുന്നത്? അതേ ദൈവത്തിൻ്റെ പ്രവൃത്തി അന്ന് പ്രവർത്തിച്ച അതേ ദൈവിക വിടുതലുകൾ ഇന്നും ആമേൻ കർത്താവ് വചനത്തിലൂടെ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. എന്നിലൂടെയല്ല, ആമേൻ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് ഇറങ്ങി വരും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി വരും. നിങ്ങളായിരിക്കുന്ന പട്ടണങ്ങൾക്കകത്തേക്ക് ഇറങ്ങി വരും. നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് ഇറങ്ങി വരും. നിങ്ങൾ യാത്ര ചെയ്യുകയാണോ, നിങ്ങൾ അടുക്കളയിലാണോ, ബെഡ്റൂമിലാണോ, ആമേൻ പ്രാർത്ഥനാ മുറിക്കുള്ളിലാണോ, എവിടെ ഇരുന്ന് ഇന്ന് ഈ ദൈവവചനം ശ്രമിക്കുന്നു, ആമേൻ പരിധി വിട്ട് ആത്മാവിന്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. അതേ നിങ്ങൾ ഇന്ന് രാത്രി കരയുന്ന വിഷയത്തിന്റെ മേൽ, ഈ പകലിൽ നിങ്ങൾ ഏത് വിഷയത്തിന്റെ മധ്യേ നീറിപ്പുകയുന്ന മാനസിക നിരാശയോടുകൂടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ആയിരിക്കുന്നു, അതേ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യത്താൽ ഇന്ന് നീ നിറയപ്പെടും. നിന്റെ കഷ്ടതകൾ മാറും, നിന്റെ നിന്ദകൾ മാറും, നിന്റെ ഒറ്റപ്പെടലുകൾ മാറും. നിന്റെ ജീവിതത്തിന്റെ നാനാ മേഖലകൾ നീ അനുഭവിക്കുന്ന എല്ലാ ആകുലതകളെയും കർത്താവ് ഇന്ന് എടുത്തു മാറ്റും. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. ആമേൻ. നമ്മൾ ഇവിടെ വായിച്ചു കിട്ടും മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയ്ക്ക് ചില ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ചിട്ടാവട്ടങ്ങളുണ്ട്. ആമേൻ. ഇവിടെ നമുക്ക് മത്തായി സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന്. ആമേൻ. ഹല്ലേലൂയ. അതേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിനക്കൊരറയുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുവരെയും നിനക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ ഒരു സ്പേസ് ഇല്ലേ? ആമേൻ. ഹല്ലേലൂയ. നീ എവിടെയായിരിക്കുന്നോ ആ സ്ഥാനത്ത് പ്രാർത്ഥിക്കുവാനുള്ള ആമേൻ ഹല്ലേലൂയ ചില അറകൾ തുറക്കപ്പെടണം. പ്രശ്നമുണ്ട്, പ്രശ്നമില്ലെന്നല്ല, പക്ഷെ പ്രാർത്ഥിക്കുവാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടാകണം. അവൻ വിശ്വാസത്തിൽ നിൽക്കുമ്പോഴും അവൻ കർത്താവിന്റെ ശബ്ദം കേട്ട് നീ ഇറങ്ങി തിരിച്ചു. ഒത്തിരി വിടുതലുകൾ നീ കണ്ടതാ, ഒത്തിരി സാക്ഷ്യം നിന്റെ ജീവിതത്തിനകത്ത് എഴുന്നേറ്റതാ. പക്ഷേ ചില ഈശാന മൂലം നിന്റെ പടക്കിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ അവൻ പകച്ചു നിൽക്കുന്ന അവസ്ഥ, പ്രാർത്ഥനയുടെ അനുഭവം വിട്ടുമാറി, അവൻ മാളിക മുറിയുടെ അനുഭവം വിട്ടുമാറി. ഇന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, പകച്ചു നിൽക്കുന്നതല്ലാതെ അവൻ ചില പ്രശ്നത്തിന്റെ മുമ്പിൽ നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നോട് കൈമാറുന്ന ഒരു ദൂതിത, പ്രാർത്ഥിക്കുമ്പോൾ നീ അറയിൽ കടക്കണം. ആമേൻ. നിന്റെ ജീവിതത്തിനകത്ത് ഒരു പ്രാർത്ഥനയുണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ കഷ്ടത വരുമ്പോൾ മാത്രം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുതേ. കഷ്ടതയായാലും ഞെരുക്കമായാലും സന്തോഷമായാലും സുഖമായാലും ദുഃഖമായാലും നിന്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയുടെ അനുഭവം വേണം. ആമേൻ. ഹല്ലേലൂയ. നിന്ന വരുമ്പോൾ മാത്രം കരഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം മാറി നിന്റെ ജീവിതത്തിൽ എവറി ടൈം ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുവാൻ നീ തയ്യാറാകണം. പ്രാർത്ഥനയ്ക്ക് വേണ്ട മനസ്സിന് വേണ്ടി നീ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എനിക്ക് ഏത് സമയത്തും പ്രാർത്ഥിക്കുവാനുള്ള ദൈവിക കൃപ എനിക്ക് തരണം. എനിക്കറിയത്തില്ല ആരൊക്കെയോ അഭിഷേകം പ്രാപിക്കുവാൻ വളരെ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. പ്രാർത്ഥനയിൽ അഭിഷേകം വെളിപ്പെടുവാൻ, ആരാധനയിൽ അഭിഷേകം വെളിപ്പെടുവാൻ, നിന്റെ ശുശ്രൂഷയിൽ അഭിഷേകം വെളിപ്പെടുവാൻ ആരൊക്കെയോ ഈ ദിവസങ്ങളിൽ ആമേൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, ആമേൻ ഹല്ലേലൂയ, നിന്നെ അഭിഷേകത്താൽ ആമേൻ നിന്നെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ പോകുക. ആമേൻ. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ഞാൻ അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. എൻ്റെ ശുശ്രൂഷയുടെ അടുത്തൊരു ലെവലിലേക്ക് ഞാൻ അഭിഷേകത്തോടുകൂടെ പോരാടുവാൻ ആമേൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഒന്നും നിറയ്ക്കണമേ. അതേ നിനക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന ആവശ്യമാണ്. ചില കൂട്ടത്തിനകത്ത് നിന്ന് ആമേൻ വേർപെട്ട് നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങൾ അടുത്തു വരികയാ. എനിക്കറിയത്തില്ല, ഏതോ ഒരു സഹോദരി ആമൻ എവിടെയോ ഇരുന്ന് ഒറ്റയ്ക്ക് കരയുന്നുണ്ട്, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ വല്ലാണ്ട് അവൻ മാറത്തടിച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, ഈ കൂട്ടുകെട്ടിനകത്ത് നിന്ന് ഞാൻ പൊളിഞ്ഞു പോയല്ലോ. പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തമായൊരു ദൂത് കൈമാറുന്നു. നീ ഒറ്റപ്പെട്ടത് ചില മാളിക മുറിയുടെ അനുഭവം
വെളിപ്പെടാൻ ആമേൻ ആ പ്രാർത്ഥനയ്ക്കകത്ത് തീ കത്തിക്കുവാൻ വേണ്ടിയാണ് ആമേൻ ഹല്ലേലൂയ ഈ സപ്പറേഷൻ കൂട്ടുകെട്ടുകൾക്കകത്ത് നിന്ന് ചെറിയൊരു സപ്പറേഷൻ നിന്റെ ജീവിതത്തിനകത്ത് വന്നത് കർത്താവിന് നിന്നോട് സംസാരിക്കുവാനുണ്ട്. ഞാൻ പറയട്ടെ, നീ ഒറ്റപ്പെടുമ്പോൾ എൻ്റെ ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാൻ കഴിയും. നീ ഒറ്റപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി മറുപടിയുമായി ദൂതൻ ഇറങ്ങും. എനിക്കറിയത്തില്ല ആരൊക്കെ ഒറ്റയ്ക്ക് കരയുന്നുണ്ട്, ആരൊക്കെ ഒറ്റയ്ക്ക് കരയുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, അത് നിന്റെ ആത്മീക ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് നീ കരയുന്നുണ്ട്. നിന്റെ തൊഴിൽ മേഖലയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് നീ വല്ലാതെ കരയുന്നുണ്ട്. നിനക്ക് മാത്രം ഭാവി ഉണ്ടാകുന്നില്ല. അതേ സഹോദരി, നിന്റെ തലമുറയ്ക്ക് മാത്രം, അതേ സഹോദരൻ നിന്റെ തലമുറയ്ക്ക് മാത്രം ഒരു ഭാവി ഉണ്ടാകുന്നില്ല. വിവാഹപ്രായം കഴിഞ്ഞു, ഒരു ഭാവി ഉണ്ടാകുന്നില്ല. നീ കരയുന്നില്ലേ? കർത്താവ് പറയുന്നു, നീ ഒറ്റപ്പെട്ടിരുന്ന് കരയുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് ആമേൻ ഞാനിത് മറുപടിയുമായി നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ജൂഡാമന ഹതാരകടക ശംതനാരകൽക്കടകസി. എനിക്കറിയത്തില്ല ആരൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്, ആരൊക്കെ ഏകാന്തമായി കിടന്ന് കരയുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിന്നോടൊരു ദൂത് കൈമാറുവാൻ പറയുന്നു. ഈ ഏകാന്തത നിന്റെ അടുത്തൊരു ചവിട്ടുപടിയ, ഈ ഏകാന്തത നിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുക. ജൂഡമന ഹംദനാരകൽ കടക രഗതനകടക ശംധാരകതനകടകസി. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ അനുഭവം, രഹസ്യത്തിലുള്ള ഒരു പ്രാർത്ഥനയുടെ അനുഭവം. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഒരു രഹസ്യമായ പ്രാർത്ഥന നിന്റെ ജീവിതത്തിനകത്ത് ആവശ്യമാണ്. ആമേൻ ഹല്ലേലൂയ. ഒറ്റപ്പെട്ടിരുന്ന് കരയുവാൻ പരിശുദ്ധാത്മാവ് നിന്നോട് ഗൈഡ് ചെയ്യുക. ആമേൻ ഹല്ലേലൂയ. ചില കൂട്ടത്തോടെയുള്ള പ്രാർത്ഥനയെ മാറ്റി സെപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെങ്കിൽ, അതേ പ്രിയ മകളെ, നീ എഴുതുവാൻ പോകുന്ന എക്സാമിൽ നിനക്ക് നല്ല വിജയം ഉണ്ടാകും. അതേ നിന്റെ കുടുംബ ജീവിതം തകർന്നു പോകത്തില്ല. ആമേൻ. ആരൊക്കെയോ ചേർന്ന് കൂട്ടം കൂടി നീ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആമേൻ ഹല്ലേലൂയ. നിന്റെ കുടുംബ ജീവിതത്തെ ഒന്ന് മടക്കി നൽകുവാൻ നിന്നയല്ലാതെ നിനക്ക് അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. കർത്താവ് പറയുന്നു, ആമേൻ, നീ രഹസ്യമായി കരയുന്ന നിന്റെ കണ്ണുനീരുകൾക്ക് ആമേൻ നീ രഹസ്യത്തിൽ കരയുമെങ്കിൽ പരസ്യമായി കർത്താവ് മറുപടി നൽകും. രഹസ്യത്തിൽ കരയുന്ന കണ്ണുനീരിന് വിലയുണ്ട് കേട്ടോ. ആമേൻ ഹല്ലേലൂയ. രഹസ്യത്തിൽ കാണുന്ന പിതാവ്, അതേ ആമേൻ, നമ്മുടെ കർത്താവ് ഹൃദയങ്ങളെയും അന്തരങ്ങളെയും ശോധന ചെയ്ത് അറിയുന്ന ദൈവമാ. ആമേൻ. നീ പാതാളത്തിൽ പോയി നിന്റെ കിടക്ക വിരിച്ചാലും, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ, പിണ്ടാകാരമായിരുന്നപ്പോഴേ നിന്നെ കണ്ട ദൈവം, ലോക സ്ഥാപനത്തിന് മുമ്പേ നിന്നെ മുന്നറിഞ്ഞ ദൈവം, നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അവൻ കാണുന്നുണ്ട്, നിന്റെ ജീവിതത്തിലെ എല്ലാ ഒറ്റപ്പെടലുകളെയും അവൻ കാണുന്നുണ്ട്. ആ ദൈവം ഇന്ന് ഈ സമയവും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. അങ്ങനെയെങ്കിൽ നീ രഹസ്യത്തിൽ കരയുന്ന ഓരോ തുള്ളി കണ്ണുനീരും റഗനഘടക ശംദനാരകൽ കടക രഗതനഘടക ഷൈഡപരാതകൽ കടകസി. ആമേൻ. കർത്താവ് ഇങ്ങനൊരു ദൂത് കൈമാറുന്നു. നീ രഹസ്യമായി കരയുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും കർത്താവ് മറുപടിയുമായി വന്നിട്ടുണ്ട്. ജൂഡാമന ഹംദക്കടക രഗതനഘടകസി. എനിക്കറിയത്തില്ല ഈ ദൂത് കൈമാറുമ്പോൾ ആരൊക്കെയോ അഭിഷേകത്താൽ നിറയുന്നുണ്ട്, അന്യഭാഷകളിൽ സംസാരിക്കുന്നു. അതേ നിന്റെ കുടുംബത്തിനകത്ത് അളവില്ലാത്ത വലിയൊരു ദൈവ പ്രവർത്തി. ജൂഡാമന ഹതാരഘടക ശംദനാരകൽ കടകസി. ചില വ്യക്തികളൊക്കെ മാനസാന്തരപ്പെടുന്നുണ്ട്. ആമൻ. നീ രഹസ്യത്തിൽ കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, നിന്റെ ഭർത്താവിനെ ഓർത്ത്, നിന്റെ തലമുറകളെ ഓർത്ത്, നിന്റെ കുടുംബ ജീവിതത്തെ ഓർത്ത്, നിന്റെ ആമേൻ ഹല്ലേലൂയ തൊഴിൽ മേഖലയെ ഓർത്ത് നീ കരയുന്നുള്ള നിന്റെ രഹസ്യത്തിലെ പ്രാർത്ഥനയുണ്ടല്ലോ, ആമൻ, രഹസ്യത്തിൽ കരയുന്ന നിന്റെ കണ്ണുനീരുണ്ടല്ലോ, അതിന് ഇന്ന് സ്വർഗത്തിലെ ദൈവം വലിയൊരു പരിഹാരം നൽകുവാൻ പോകുകയാ. ജൂഡാമന ഹംദനേരകൽ കടക രഗതനഘടക ശംധാരകതനഘടകസി. അർത്ഥപ്രൗഢം. എനിക്കറിയത്തില്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ പൊളിഞ്ഞു പോയതിനെ കർത്താവ് പണിയപ്പെടുവാൻ പോകുക. ജൂഡാമന ഹതാരഘടകസി. പൊളിഞ്ഞതിനെ ഓർത്ത് കരയുന്ന ആരോ, ആമൻ, തകർന്നു പോയ തൊഴിൽ മേഖലയെ ഓർത്ത്, ആമേൻ ഹലം, നഷ്ടമായി പോയ തൊഴിൽ മേഖലയെ ഓർത്ത്, ആമൻ, നല്ല ശമ്പളം ഉണ്ടായിരുന്ന ഒരു ജോലിയാ നഷ്ടമായി പോയി. ആരൊക്കെ കരയുന്നുണ്ട്? ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, കുഞ്ഞേ, നിനക്കത് സ്വർഗത്തിലെ അപ്പൻ മടക്കി നൽകുകയാ. ജൂഡാമന ഹംദാരകാസിയാം ധേനേരകൽ കടകസിയ അധാരഘടക ശംദന. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ വിലപിക്കുന്നുണ്ടോ? ആമൻ. എന്താകട്ടെ ഏതാകട്ടെ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ കരയുന്നുണ്ടോ? രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് വേണ്ടി മറുപടി നൽകുവാൻ പോകുക. ജൂഡാമന ഹതാരഘടകസി. അതെ, നിന്റെ മകന്റെ കുടുംബജീവിതം പൊളിഞ്ഞു പോയത് ആരും അറിഞ്ഞിട്ടില്ല. നിന്റെ മകളുടെ കുടുംബജീവിതം പൊളിഞ്ഞു പോയത് ആരും അറിഞ്ഞിട്ടില്ല. ഇരുചൊവി അറിയാതെ നീ രഹസ്യത്തിൽ കരയുന്നുണ്ട്. കർത്താവ് പറയുന്നു, പൊളിഞ്ഞു പോയതിനെ പണിയുന്ന വലിയൊരു ദൈവ പ്രവൃത്തി. ജൂഡാമന അധാരഘടക ശംദാന റഖാല ശേഥേനഗസി.
എങ്ങനെ ഇത് കൂട്ടി യോജിപ്പിക്കും? നീ വല്ലാതെ കരയുന്നുണ്ട്. ലോകമറിഞ്ഞാൽ എന്ത് പറയും? ആമൻ, നല്ല പദവിയുണ്ട്, നല്ല ജോലിയുണ്ട്, കുടുംബ മഹിമയുണ്ട്. ആമൻ, ഈ പൊളിഞ്ഞു പോയത് ആമൻ മറ്റുള്ളവർ അറിഞ്ഞ് ആമൻ എന്ത് പറയും? ഞങ്ങളുടെ തലമുറകളെ കുറിച്ച് എന്ത് ചിന്തിക്കും? കർത്താവ് പറയുന്നു, ആമൻ, പൊളിഞ്ഞത് ഏറ്റവും അനുഗ്രഹമായി ചേർത്ത് പണിയാൻ ചില ഉടയപ്പെടലുകൾ സംഭവിച്ചത്. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പാത്രം ഉടഞ്ഞതുപോലെ നിന്റെ തലമുറയുടെ കുടുംബ ജീവിതം, നിന്റെ തലമുറയുടെ ഭാവി ഉടഞ്ഞു പോയത് ആമൻ അവന് ഹിതമുള്ള പാത്രമാക്കി റമന സിയാം തേനെ റഖാലഘടക ശംദനാരകൾ കടകസി പണിയുവാൻ വേണ്ടിയാ. റമന ഷെം തേനെ റീഖാലക സിയാം തേനെ യേശുവിന്റെ നാമത്തിൽ ചില പൊളിയലുകൾ ഏറ്റവും അനുഗ്രഹമായി പണിയുവാൻ വേണ്ടിയാ. റമന ഷെം തേനെ നീ രഹസ്യത്തിൽ കരയുമെങ്കിൽ ചില പൊളിയലുകളെയൊക്കെ കർത്താവ് അനുഗ്രഹമാക്കി പണിയുവാൻ പോകുക. ജൂഡമന ഹംദന റഖാലക സിയാം തേനെ റീവാലഘടകസി ആത്മീക ജീവിതത്തിനകത്ത് എവിടെയൊക്കെ നീ തള്ളപ്പെട്ട് കിടക്കുന്നുണ്ട്, ആമൻ തള്ളപ്പെട്ട നിന്നെ കർത്താവ് ചില സ്ഥാനങ്ങളിലേക്ക് നിർത്തുവാൻ പോകുക. റീവലക സിയാം തേനെ ആമൻ പറഞ്ഞ് സ്വീകരിച്ചോട്ടെ. ചില മേഖലകൾ നീ തള്ളപ്പെട്ടത്, ശുശ്രൂഷ മേഖല ചില സ്ഥാനങ്ങൾ നീ എടുത്തെറിയപ്പെട്ടത്, ഒന്നുമില്ലാത്തവനെ പോലെ ഒന്നുമില്ലാത്തവളെ പോലെ നീ എറിയപ്പെട്ടത് നിന്റെ കർത്താവ് പണിയുവാൻ വേണ്ടിയാകട്ടോ. ആമൻ, നീ പണിപ്പുരയില. എനിക്കറിയത്തില്ല ആരോടോ കർത്താവ് ദൂത് കൈമാറുന്നു. ആമേൻ ഹലം, നീ ഒരു പണിപ്പുരയില, നീ ഒരു പണിശാലയ്ക്കകത്ത് നല്ലൊരു ഉരുപ്പടിയായി ആമേൻ മറ്റുള്ളവർ ആകർഷിക്കുന്ന തരത്തിൽ, മറ്റുള്ളവർക്ക് നീ ഒരു അനുഗ്രഹമാകുന്ന തരത്തിൽ നിന്നെ ഒരു മാനപാത്രമാക്കി കർത്താവ് പണിയുവാൻ പോകുക. ഏറ്റവും വിലപിടിപ്പുള്ളതായി ജൂഡവന ഹദാരഘടകസി അർത്ഥപ്രൗഢവന രഘാലഘടക ശബ്ദനാരകൽ കടകസി ഏറ്റവും അനുഗ്രഹമായ ഒരു ഉരുപ്പടിയായി പരിശുദ്ധാത്മാവ് നിന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ ചിലരൊക്കെ ആയുധശാലയിൽ റബാലകസിയാം തേനെ രഘാലഘടകസി രാത്രി നീ വിളിച്ചു പറഞ്ഞാട്ടെ, ഞാനൊരു പണിപ്പുരയ്ക്കകത്താ, ഞാനൊരു പണിപ്പുരയിൽ അമ്മ, ഞാനൊരു പ്രാർത്ഥനയുടെ പണിപ്പുരയിൽ ഇത് കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ ഞാനൊരു മൂർച്ചയേറിയ ആയുധമായി മാറുവാൻ പോകുന്നു. ഞാൻ അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ പോകുന്നു. രഹസ്യത്തിൽ കാണുന്ന എന്റെ പിതാവ് അമ്മൻ ഞാൻ കരഞ്ഞ ഓരോ വിഷയത്തിനോ അപ്പൻ പരസ്യമായി മറുപടി നൽകുവാൻ പോകുക. ജൂഡാമന ഹംദാരകസിയാം തേനെ രഗൽ കടകസി. വീണ്ടും നമുക്ക് ആമേൻ 6-ാം അധ്യായം 6-ന്റെ അടുത്ത ഭാഗം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ആമേൻ ഹല്ലേലൂയ. ആമേൻ, നീ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ. ആമേൻ ഹല്ലെ, ഇരു മനസ്സുകളെ മാറ്റുക, ഇരു മനസ്സിന്റെ വാതിലുകളെ ഒന്ന് അടയ്ക്കുക. ആമേൻ, ഇരു മനസ്സിന്റെ വാതിലുകളെ ഒന്ന് അടയ്ക്കുക. ആമേൻ ഹല്ലേലൂയ. നിന്നെ പ്രാർത്ഥനയ്ക്ക് ഏകാഗ്രതയോടെ ഇരിക്കുവാൻ കഴിയാതെ വണ്ണമായിരിക്കുന്ന ചില ചിന്തകളെ അങ്ങ് എടുത്തു മാറ്റുക. ആമേൻ ഹല്ലേലൂയ. ആമേൻ, ഹൃദയ വിചാരങ്ങളുടെ വാതിലുകളെ അങ്ങ് അടയ്ക്കുക. ആമേൻ, ആത്മീക കണ്ണൊന്ന് തുറക്കുവാൻ തയ്യാറാകുക. ആമേൻ, രഹസ്യത്തിലുള്ള പിതാവ്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് ആമേൻ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. എല്ലാ ആകുല ചിന്തകളും മാറ്റിപ്പിടിക്കുക. നീ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, നിന്റെ എല്ലാ ആകുലതകളെയും മാറ്റിപ്പിടിച്ചോ, നിന്റെ എല്ലാ ആമേൻ പിറുപിറുക്കുകളെയും മാറ്റിപ്പിടിച്ചോ ആമേൻ സ്വർഗത്തിലെ ദൈവത്തോട് വിശ്വസ്തയോടെ കരയുമെങ്കിൽ അപ്പാ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. റമാന ഷെംതേനെ റഖാലഘടകസി. യാക്കോബിന്റെ കടവിൽ കിടന്ന് ആമേൻ ദൂതനുമായി മൽപ്പിടുത്തം പിടിച്ചതുപോലെ ഇന്ന് രാത്രി ചില രഹസ്യ പ്രാർത്ഥനകൾക്ക് ആമേൻ രഹസ്യമായി നീ ദൈവസന്നിധിയിൽ മല്ലിട്ട് പോരാടുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളിലെ ദീർഘനാളുകൾ കൊണ്ട് നീ പോരാടി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളിലെ ആമേൻ ഹല്ലേലൂയ ഇന്ന് രാത്രി കർത്താവ് മറുപടി നൽകുവാൻ പോകുക. മാനുഷിക പദ്ധതികളെ അടച്ച് ദൈവിക പദ്ധതിയുടെ വാതിലങ്ങ് തുറക്കുക. റമന ഷെംതേനെ റീഖാലഘടകസി അർത്ഥപ്രൗഢവന ദീപലഘടക ശംധാരകന. പലപ്പോഴും മാനുഷിക കേട്ട് നീ ഇറങ്ങി തിരിച്ചോ, നിന്റെ ജീവിതം പരാജയപ്പെട്ടു പോയി. ഇന്ന് രാത്രി നിന്നോട് ദൂത് കൈമാറുന്നു. മാനുഷിക പദ്ധതികളെ മാറ്റിപ്പിടിച്ചോ ദൈവിക പദ്ധതിക്ക് വേണ്ടി ഇന്ന് രാത്രി നിന്റെ ഹൃദയം തുറക്കുമെങ്കിൽ, ഈ സമയം നിന്റെ ഹൃദയം തുറക്കുമെങ്കിൽ ആമൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാര്യം. ആമൻ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് ആമൻ നീ രഹസ്യമായി വാതിലടച്ചോ ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ഒരു അശ്രദ്ധയും ഇല്ലാതെ ആമൻ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ആമൻ ആ പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്തോ ഇന്ന് രാത്രി നീ നിലവിളിക്കുമെങ്കിൽ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയേവനാണ്. ജൂഡാമന ഹംദാന റേഖേലഗസിയാം തേനെ ജൂഡാമന വൈഡാനഗസിയാം തേനെ രഗൽ കടകസി. നിന്റെ തലമുറയുടെ മൊബൈൽ അഡിക്ഷനെ ഓർത്ത്, ഇന്റർനെറ്റ് ലോകത്തിൽ മുഴുകിപ്പോയ നിന്റെ തലമുറയെ ഓർത്ത് ആമേൻ എന്റെ തലമുറ എങ്ങനെ ഞാൻ വളർത്തിയെടുക്കും, എങ്ങനെ ഇതിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും. ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ സംസാരിക്കുവാൻ നിൽക്കണ്ട. ആമേൻ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിന്റെ സന്നിധിയിൽ ആമേൻ
വാതിലടച്ച് നീ മുട്ടുമടക്ക് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക, ഉപവസിക്കുവാൻ തുടങ്ങുക. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ചില സാഹചര്യങ്ങളെയൊക്കെ കർത്താവ് ക്ലോസ് ചെയ്യുവാൻ പോകുക, ചില ചാപ്റ്ററുകളെയൊക്കെ കർത്താവ് ക്ലോസ് ചെയ്യുവാൻ പോകുക. ചില ഇന്റർനെറ്റ് ലോകത്തിലെ ആമേൻ അടിമപ്പെട്ടു പോയ ചില തലമുറകളുടെ മൈൻഡുകളെ പരിശുദ്ധാത്മാവ് റീഫ്രഷ് ചെയ്യുവാൻ പോകുക. ജൂഡമനഹ ഹദാനഘടക ശബ്ദനാരകൽ ഘടകസി ഗെയിം അഡിക്ഷനിൽ അകപ്പെട്ടു പോയ ചില തലമുറകളെ കർത്താവ് അവരുടെ മൈൻഡുകളെ റീസ്റ്റോർ ചെയ്യുക. ജൂഡമനഹ ഹതുരകജനഘടക ശബ്ദാനരകൽ ഘടകസി. ഒരു ഉദരഫലമില്ലാതെ ദൈവസന്നിധിയിൽ കരയുന്നുണ്ടോ? രഹസ്യമായി നീ കരയുന്നില്ലേ? ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞു കേട്ടോ. ഹന്നയുടെ നിലവിളിയുടെ ശബ്ദം, ഹന്നയുടെ കണ്ണുനീരിന്റെ ശബ്ദം, ഹന്നയുടെ കണ്ണുനീരെ ആമേൻ കണ്ട ദൈവം ആമേൻ ഹന്നയ്ക്ക് ഉദരഫലത്തെ നൽകുവാനിടയായി. അങ്ങനെയെങ്കിൽ ഉദരഫലം ഇല്ലാതെ നാളുകൾ കൊണ്ട് നീ കരയുന്നില്ലേ? ആമേൻ, ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിന് അറി വരുന്ന ദിവസങ്ങൾ ജൂഡാമന ഹദാരഘടക ശബ്ദാനരകൽ ഘടകസി. അതെ, നിന്റെ കുടുംബത്തിനകത്ത് നിന്ന്, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് നിന്ന് നീ സാക്ഷ്യം പറയുവാൻ പോകുന്നു. ആമേൻ, എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്റെ കർത്താവ് ഉദരത്തിൽ എനിക്ക് തന്നു എന്നുള്ള സാക്ഷ്യം നീ പറയുവാൻ പോകുക. ജൂഡാമനഹ ഹദൂരവൽ ഘടകരകതനഘടകസിഹ അന്ത പ്രൗഢവന ദീപലഘടക ശംധാരകതനഘടകസി. കുടുംബ ജീവിതത്തിൽ എനിക്ക് വേണ്ട സന്തോഷം ലഭിക്കുന്നില്ലല്ലോ, ഒന്ന് മരിച്ചാൽ മതി. എന്റെ ഭർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഉദരഫലത്തെ പെറ്റെടുക്കുവാനുള്ള ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഒരു ആമേൻ ഹൽ അവസരം എനിക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ മതി എന്ന് കരയുന്ന, അതേ രഹസ്യത്തിൽ ഒന്ന് മരിച്ചാൽ മതി എന്ന് കരയുന്ന നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദത്തിന് മുൻപിൽ സ്വർഗത്തിലധികം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുക. മരണത്തിന് വേണ്ടി രഹസ്യമായി കരയുന്ന ആരോ റമനക സിയാം തേനെ റീഖാലക സിയാം തേനെ ജൂഡമന ഹദാരഘടക ശംധാരകന അർത്ഥപ്രൗഢവന ചില മരണത്തിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി കർത്താവ് അഴിച്ചു മാറ്റുകയാണ്. ജൂഡമന ഹംദാന രകൽ കടകരകടകസി. ഒത്തിരി എക്സാമുകൾ എഴുതി, OET എഴുതി പരാജയപ്പെട്ടു. അവൻ ഒരു രാജ്യത്തും കടന്നു പോകുന്ന സ്കോർ ലഭിക്കുന്നില്ല. ഇത് ലാസ്റ്റ് ചാൻസ്. നീ കരയുന്നുണ്ട്. ഈ അവസാനത്തെ ചാൻസ് നിനക്ക് കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുവാൻ പോകുക. ജൂഡമന അന്തരെ റീഖാലക ശംതനാരകൽ പ്രൗഢവന അർത്ഥപ്രൗഢവന ദീപലഘടക ശംധാരകതനഘടകസി. സ്വന്തമായി ഭവനമില്ലാതെ നീ ദീർഘനാളുകൾ കൊണ്ട് കരയുന്നുണ്ടോ? വാടക വീടുന്ന ശാപം ഒന്ന് മാറിക്കിട്ടുവാൻ ആമേൻ വാരിക്കെട്ടി വയ്യ, എനിക്ക് മതി സിസ്റ്ററെ, ഇനിയൊരു വാടക ഭവനത്തിൽ ഞാൻ പോകത്തില്ല. അങ്ങനെ നീ കരയുന്നുണ്ടോ? നീ വിശ്വാസത്തോടെ ആമേൻ, ഹല്ലേലൂയ, ആ വാടക ഭവനത്തിൽ കിടന്ന് നീ നിലവിളിക്കുവാൻ തയ്യാറാകുക. ആമേൻ, നിനക്ക് സ്വന്തമായ ഭവനം, ഇനിയൊരു വാടക വീട്ടിലോട്ട് നീ മാറുവാനല്ല, സ്വന്തം ഭവനത്തിൽ നീ മാറുവാൻ പോകുക. ചില സ്ഥാനങ്ങളിൽ നിന്നൊരു ചേഞ്ച് കർത്താവ് ഒരുക്കുന്നു. റമനക സിയാം തേനെ ചിലർക്ക് ജോലികൾ പ്രൊമോഷൻ കർത്താവ് ഒരുക്കുന്നുണ്ട് കേട്ടോ. നീ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചൊരു വിഷയമാ അവനൊരു ആമേൻ, ഹല്ലേലൂയ, പ്രൊമോഷന് വേണ്ടി, ഒരു ശമ്പള വർധനവിന് വേണ്ടി. റമനക സിയാം തേനെ റീഖാലക ശംദനാരകൽ ഘടകസി അർത്ഥപ്രൗഢവന വൈഡാന ഗരകതരഘടകസി കർത്താവ് ഒരുക്കുവാൻ പോകുന്നു. ചില അടഞ്ഞു കിടക്കുന്ന ആമേൻ, ഹല്ലേലൂയ, സാലറി പെൻഡിങ്, നീ അധ്വാനിച്ച നന്മയ 7-8 മാസം കൊണ്ട് നിന്റെ നന്മയെ തടഞ്ഞു വെച്ചിരിക്കുന്നു. പെൻഷൻ കുടിശ്ശികളെ തടഞ്ഞു വെച്ചിരിക്കുന്നു. കർത്താവ് പറയുന്നു ചിലതിനെയൊക്കെ ഓപ്പൺ ചെയ്യുക. ചില ഫണ്ടുകളൊക്കെ റിലീസ് ആവുകയാണ്. ഇന്ന് രാത്രി ചില ഫണ്ടുകളൊക്കെ റിലീസ് ആവുകയാണ്. ഇന്ന് രാത്രി രഹസ്യത്തിൽ കാണുന്ന പിതാവ് റമനക സിയാം തേനെ നിന്റെ അടഞ്ഞു കിടക്കുന്ന സകല മണ്ഡലങ്ങളെയും കർത്താവ് ഇന്ന് രാത്രി തുറക്കുവാൻ പോകുകയാണ്. ജൂഡാമന ഹംദാന രഖാലക സിയാം തേനെ റീബാലഘടക ശംദന രകൽ ഘടകസി. നീ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് ആമൻ നീ വാതിലടച്ച്, നീ അവൻ അറയിൽ കടന്ന് വാതിലടച്ച് നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ തന്നെ നിന്നെ നന്നായി അറിയുന്ന ദൈവം നിന്റെ പ്രാർത്ഥനയുടെ അവൻ വിഷയങ്ങൾക്ക് അപ്പൻ മറുപടി നൽകുക തന്നെ ചെയ്യും. നീ അവൻ മുട്ടുമടക്കുന്നതിന് മുമ്പേ നിന്റെ ആവശ്യം എന്തെന്ന് സ്വർഗത്തിൽ ഈ അപ്പൻ അറിയുന്നു. നിന്റെ സാഹചര്യം എന്തെന്ന് സ്വർഗത്തിൽ ഈ അപ്പൻ അറിയുന്നു. നീ ദൈവസന്നിധി നിന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ ഈ അപ്പൻ നിന്റെ വിഷയങ്ങളെ ശോധന ചെയ്യുന്നുണ്ട്. റീബാലഘടക ശംദനാരകൽ ഘടകസി. അവൻ എനിക്കറിയത്തില്ല, ഒരു നിന്നയെ ഭയക്കുന്ന ആരോ ആമേൻ, ഹല്ലേലൂയ, ഞാൻ ആമേൻ ആ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ആമേൻ എന്നെ എങ്കിലും എന്തുകൊണ്ട് അവർ ഇങ്ങനെ നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു. നീ രഹസ്യത്തിലിരുന്ന് കരയുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം പറയുന്നു നിന്റെ രഹസ്യത്തിലെ കണ്ണുനീരുകൾക്ക്, നിന്റെ രഹസ്യത്തിലെ പ്രാർത്ഥനകൾക്ക് നിന്റെ നീ ആമേൻ മാറുവാനുള്ള സമയമായി, നിന്റെ കഷ്ടത മാറുവാനുള്ള സമയമായി, നിന്റെ നിരാശകൾ മാറുവാനുള്ള സമയമായി, നിന്റെ കഷ്ടത മാറുവാനുള്ള സമയമായി. നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുക. കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രിയിലും കേട്ട ആലോചനകൾ
പ്രാർത്ഥനകൾക്ക് മുമ്പിൽ, കേട്ട വചനത്തിന് മുമ്പിൽ അല്പസമയം ഒന്ന് മുട്ടുമടക്കിയാട്ടെ. റീവലക ശബ്ദനാരകൾ കടകസി. അപ്പ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് രോഗികളുടെ മേൽ ഇന്ന് രാത്രി സൗഖ്യം നൽകണമേ. ആമേ, രോഗികളായിരിക്കുന്ന ആരൊക്കെയോ ഇന്ന് രാത്രി രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ഭുത ഹീലിംഗ് ഇന്ന് രാത്രി പകരണമേ. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാകട്ടെ. ഉദരഫലമില്ലാത്തവർക്ക് ഉദരഫലം നൽകട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഭാവി ഉണ്ടാകട്ടെ. ജൂഡാമന ഹദാരഘടകസി. ഈ ജനത്തെ അടിയൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു, സ്ക്രീൻ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥന വിഷയം വാട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ടിടുക. ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ അനേകരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. വെള്ളിയാഴ്ച നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 11 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അനുഗ്രഹിക്കപ്പെട്ട സഭാരാധനയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും നിങ്ങൾ കേൾക്കുവാനായി തരും. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.